ചൈനീസുകാർ ലൈഫ് എന്തുകൊണ്ടാണ് അടിപൊളി എന്ന് ചോദിക്കാൻ എനിക്കെന്നെ കണ്ടിട്ട് ചൊറിഞ്ഞു വരുന്നുണ്ട് വിഷയം. അവർക്കൊന്നും മനസ്സിലാവില്ല അതിന്റെ ശരിയാണ്. അപ്പൊ എന്തായാലും ഈ കാണുന്ന റിവർ ഒരു കാര്യമില്ലാണ്ട് രാവിലെ തന്നെ 2 ഇരട്ടി ചെലവ്. ഇത് തന്നെ എന്നെ കണ്ടിട്ട് ഒരുമാതിരിയടേ. ഈ ബോർഡൊക്കെ പാടെ പെറുക്കിയിട്ട് ആ പെട്ടിയിലേക്ക് ഉണ്ടെന്നുള്ളതാണ്. വെൽക്കം ബാക്ക് ടു ഡോക്ടർ കിഡ്സ് ഫൈൽ. ഇന്ന് നമ്മൾ രാത്രി ഒരു 3:30 ഉണ്ടാവും. ഉറക്കം വരുന്നില്ല, എന്താണ് പ്രശ്നം എനിക്കറിയില്ല. സോ എന്തായാലും വന്നിട്ട് ഇങ്ങനെ കണ്ണാടിയിൽ നോക്കിയപ്പോഴാണ് നമുക്കൊന്നും കൂടി ബോഡി ട്രാൻസ്ഫോർമേഷൻ ചെയ്താലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനൊരു 2-3 കിലോ ഞാൻ കൂടി. അപ്പോൾ അത് മാറ്റണോ വേണ്ടേ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറ. നമ്മൾ അതിനനുസരിച്ച് നമുക്ക് നോക്കാം. അർജുൻ MP Proന്റെ വ്ളോഗ് ഞാൻ കണ്ടിരുന്നു, 100 days ഓഫ് കാർണിവോറസ് ഡയറ്റ്. പക്ഷേ 100 days മെയിൻറ്റെയിനിങ് പഠിത്തം ഒക്കെ പാടെ നടക്കില്ല. സോ ഐ തിങ്ക് 100 days ഒന്നും ഇല്ലെങ്കിൽ നമുക്കൊരു 30 days എങ്കിലും ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ പറയാം, കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക അങ്ങനത്തെ ഒരു സംഭവം ചെയ്യണോ വേണ്ടതെന്നുള്ളത്. 4 മണിക്ക് ഉറങ്ങിയിട്ടില്ല, 6 മണിക്ക് നീക്കണം. എന്തായാലും 1-2 മണിക്കൂർ ഉറങ്ങി നീക്കാനുള്ള പരിപാടി ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ കാണാം, നാളെ മോർണിംഗ് കാണാം. ഹോസ്പിറ്റലിൽ വിളിച്ചു വെച്ചപ്പോൾ അവർ പറഞ്ഞു നമ്മുടെ നാഷണൽ ലീവ് ആണ്, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വരേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മളിനി ഇന്നത്തെ ഒരു ഡേ ഇൻ ലൈഫ് പരിപാടി നോക്കാം. ലൈക്ക് നമുക്കൊന്ന് മുടി വെട്ടണം. ജൂനിയേഴ്സ് പുതിയ കുറച്ച് കൊച്ചു കുട്ടികൾ വന്നിട്ടുണ്ട്. അവർക്ക് പോകാൻ വേണ്ടിയിട്ട് എന്തോ വണ്ടി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കൊടുത്ത് നമ്മൾ വണ്ടി എടുക്കാൻ അങ്ങനെ പോവാം. അവർക്ക് വണ്ടി കൊടുത്ത് നമ്മളടുത്ത് വേറെ വണ്ടി ഉണ്ട്, നമ്മളതിപ്പോൾ പോവും. അവര് മറ്റേ പൊക്കോട്ടെ. നമുക്ക് ജംഷീനെ മീറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ജംഷീനെ മീറ്റ് ചെയ്തിട്ട് അങ്ങനെ അതാ നിൽക്കുന്നു ഫുൾ ടീം. അപ്പോൾ ചാവി കൊടുത്തിട്ട് മുടി വെട്ടണ കടയിൽ വന്നപ്പോൾ ആളില്ല ഗൈസ്. വണ്ടിയും ഞാനും പറഞ്ഞു നോക്കണേ. 5-10 മിനിറ്റ് ഇവിടെ നിൽക്കണോ, ചേച്ചീനെ കാണാനില്ല. നമ്മൾ അടുത്ത കടയിൽ പോയി നോക്കാം, അല്ലാണ്ട് വേറെ വലിയ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, കുഴപ്പമില്ല. ഇതാണ് നമ്മൾ അടുത്ത പോണ കട. ഇതിന്റെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് പറഞ്ഞു നോക്കാം. നമുക്ക് അറിയുന്ന ഭാഷയിൽ സൈഡും കാര്യങ്ങളൊക്കെയാണ് വെട്ടാനുള്ളത്. അറിയുന്ന ഭാഷയിൽ പറഞ്ഞ മുമ്പൊക്കെ എത്ര മനസ്സിലാവും അത് വെച്ച് നമ്മൾ വെട്ടുമായിരിക്കും അല്ലെ? അങ്ങനെയാണല്ലോ. അപ്പോ നമ്മള് മുടി ഒന്ന് കുറെ കാലമായി വെട്ടാൻ വിചാരിച്ചിട്ട് ഇതാണ് നമ്മുടെ ചേട്ടൻ. ഹായ്. അപ്പോ നമ്മുടെ കഴുത്തിൽ ബാഗൊക്കെ വെച്ചിട്ട് ദൈവമേന് കൊല്ലാൻ പോണേ. അപ്പൊ കൊല്ലാൻ കൊണ്ടിട്ടില്ലെങ്കിൽ കാണാം. എനിക്ക് ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. മറ്റേ അമ്മച്ചേരത്ത് മര്യാദയ്ക്ക് പോയാൽ മതിയായിരുന്നത്. അപ്പം ചുട്ട മാതിരി വെച്ച് തന്നിരിക്കണം. എന്തായാലും ഒരു തൊപ്പി വാങ്ങി വെക്കാം തൽക്കാലത്തേക്ക്, കുറച്ച് ദിവസത്തേക്ക്. ഇതുകൊണ്ടാണ് തോന്നുന്നത് മൂപ്പര് വെട്ടിയ കടകളുടെ ഈ പൊതുവെ കടകൾ കയറുമ്പോൾ മുടി വെട്ടണ സംഭവങ്ങളൊക്കെ ഉണ്ടാവാറും. ഇത് ഫാമിലി ഫോട്ടോ ഒക്കെ ഉണ്ടാവാറ്. എനിക്ക് തന്നെ കണ്ടിട്ട് ചൊറിഞ്ഞു വരുന്നുണ്ട് വിഷയം. പറയാൻ പറ്റില്ല, പോട്ടെ. എനിക്ക് തന്നെ എന്നെ കണ്ടിട്ട് ഒരുമാതിരിയടേ. ഞാനൊരു തൊപ്പി വാങ്ങിക്കാൻ പോണേ. തൊപ്പി വാങ്ങിക്കാനുള്ള കടയിൽ എവിടെയെങ്കിലും പോയി നോക്കട്ടെ. കോപ്പ് ഇവിടുത്തെ ഒരു ലോക്കൽ സ്ട്രീറ്റ് ആണ്. നമുക്കൊന്ന് കയറി ചോദിച്ചു നോക്കാം അതിൽ തൊപ്പി എന്തെങ്കിലും ഉണ്ടോ. എനിക്ക് തന്നെ ഒരു മാതിരി.你们用帽子吗？哪里？这多少钱的？爸爸们。这个价格。价格是多少？我去。ഇത് കാണാനല്ലേ രസം?还有25的。哪个？പറഞ്ഞ വിലക്കുള്ള 25-നുള്ള സാധനം ഇവിടെ ഇല്ല. എന്റെ ഫോറിനേഴ്സ് അത് കാണുമ്പോൾ ഒരു ഇഷ്യൂ ആണ് ഇതൊക്കെ. നമ്മള് ഈ സാധനം എടുക്കാം. എനിക്ക് പൊതുവെ ഈ കളർ ഇഷ്ടമാണ്. ക്രീം കളറാണ്, കാരലാണ്.这个15可以便宜点吧？不能便宜了，不能便宜，为什么？因为他就是在人那里10块钱拿那个。വില കുറച്ച് വെച്ചിട്ട് തരൂല. അത് ആകെ 15 10 രൂപയ്ക്ക് വേണമെങ്കിൽ എടുത്തോണ്ട് നോക്കോ. അവൻ എന്തിനും അങ്ങനെ സ്നേഹമില്ലാത്ത വർത്താനം.还有，你看这里还有20嘞。20的，还有我已经看到了，是不是？ഇതാണ് എനിക്ക് ഒന്നുകൂടി കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത്. ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് ആവും തോന്നുന്നു. സൈഡൊക്കെ ഫുൾ ചിരണ്ടി വെച്ചിരിക്കുകയാണ് ബാക്കിലോട്ടൊക്കെ. എനിക്ക് വയ്യ മനുഷ്യന്. എന്തെങ്കിലും ഒരു സംഭവം എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതിന്റെ അവസ്ഥ. എന്തായാലും അണ്ണ 15 Pro Max അല്ല 15块. അപ്പൊ 15块，是的，是的。哪里要少？
啊，这里是啊。 ആ ഓക്കെ. അപ്പൊ ഞാൻ ഇതിൽ പേയ്മെന്റ് ചെയ്തിട്ട് വരാം. ആള് കടന്നിട്ട് ചിരിക്കണ ചിരി നോക്കണ്ട, അവർക്കൊന്നും മനസ്സിലാവില്ല അതിന്റെ ചിരിയാണ്. അപ്പൊ എന്തായാലും അത് പേയ്മെന്റ് ചെയ്തിട്ട് വരാം. അണ്ണന് ബൈ ബൈ. 拜拜拜拜拜拜。 അപ്പൊ 15,000 ഇവിടെ നമ്മളെ തൊപ്പി വായിച്ചു ഗൈസ്. അപ്പൊ തൊപ്പി വായിച്ചു, വെറുതെ ഒരു കാര്യമില്ലാണ്ട് രാവിലെ തന്നെ 2 ഇരട്ടി ചെലവ്. മറ്റിടത്ത് നിൽക്കുകയാണെങ്കിൽ ഒറ്റവട്ടം ചെലവാവേണ്ട കാശാണ് 2 വട്ടം ചെലവായത് ഒറ്റ ദിവസം. കുഴപ്പമില്ല. എന്തായാലും ഇത് വെച്ചുകൊണ്ട് നമുക്ക് അടുത്ത നമ്മുടെ പരിപാടിയിലേക്ക് മൂവ് ചെയ്യാം ഗൈസ്. ഞാൻ പൊതുവെ എനിക്ക് എന്തെങ്കിലും മൂഡ് ഔട്ടോ ഇല്ലെങ്കിൽ ഈ പഠിച്ച് സ്ട്രെസ് അടിച്ച സമയത്ത് എന്തെങ്കിലും ഒരു ഫ്രീ ടൈമോ കാര്യങ്ങളോ എന്തെങ്കിലും വേണം തോന്നുമ്പോൾ ഞാൻ പൊതുവെ വരുന്നൊരു സ്ഥലമാണ് ഈ കാണുന്ന റിവർ. ഇതൊരു റിവറാണ്. ഇവിടെ വന്ന് ഈ മണൽക്കൂടെയൊക്കെ ഇങ്ങനെ തേരാപ്പാര ഇങ്ങനെ നടന്നതിന് ശേഷം നമ്മൾ ആ കമ്പിയൊക്കെ കടന്ന് അവിടുത്തെ താഴത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ സ്റ്റെപ്പാണ്. അപ്പോൾ വെറുതെ അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് ഇങ്ങനെ ചില്ലടിച്ച് ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ ചില്ലടിച്ച് ഒരു വൈബിൽ ഇങ്ങനെ നടന്ന് ഇങ്ങനെ നിൽക്കും, അത്രേ ഉള്ളൂ. നല്ല മഴക്കാറും ഉണ്ട്, നല്ല രീതിക്ക് മഴക്കാറുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല രീതിക്കുള്ള മഴക്കാറും ഉണ്ട്. ഇതാണ് ഇവിടുത്തെ മെയിൻ പരിപാടി. ഇത് കണ്ടില്ലേ, ഇപ്പോൾ അവിടേക്കൊക്കെ ഇതേപോലെ തീരും ഓരും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ബാർബിക്യൂവിൻ്റെ ഷോപ്പുകളും കാര്യങ്ങളും അങ്ങനത്തെ ഒരു സൈഡ് അവിടെ ഉണ്ട്. അതുകൂടാണ്ട് ഇപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ഇരിക്കാം, ഇങ്ങനെ ചില്ല് ചെയ്ത് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് കണ്ടല്ലോ കപ്പിൾസൊക്കെ അവിടെ നിൽക്കുന്നത് കാണുന്നില്ല. ഇതേ കണ്ടോ, നോക്കൂ. പിന്നെ ഇങ്ങനെ ഇതിങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കും. നിങ്ങൾ ഹൈപ്പർ ലാബ്സിൽ കണ്ടിട്ട് വാ. ആ സമയത്ത് ഇതല്ലേ അവിടെയൊക്കെ ആ ഭാഗത്തൊക്കെ ഫുള്ള് മീൻ പിടിക്കലും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ കുരുത്തക്കടത്തൊക്കെ കണ്ടില്ലേ, മൊത്തം മണൽ സ്റ്റെപ്പ് ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അത് അവിടെ കിടക്കുന്നു ഒരു ബോട്ട്, ദേ കിടക്കുന്നു വിദൂരതയിലൊരു ബോട്ട്. ഏകദേശം വന്നിട്ട് 1/2 മണിക്കൂറായി. പിന്നെ നിങ്ങളോടൊക്കെ പറയാനുള്ളത്, നമ്മൾ സങ്കടം കാര്യങ്ങളും അല്ലെങ്കിൽ സന്തോഷം ഇതൊക്കെ എല്ലാവരും ലൈഫിലൂടെ നടന്നു പോകുന്ന കാര്യങ്ങളാണ്. സോ എൻജോയ് ദ മൊമെൻ്റ് എന്നുള്ളതാണ്. നിങ്ങൾ എന്ത് പ്രശ്നത്തിലാണെങ്കിലും അപ്പോൾ നിങ്ങളുടെ പ്രസൻറ്റ് സിറ്റുവേഷൻ എന്താണോ അതിനെ എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ സങ്കടത്തിലാണെങ്കിൽ അതിനെ എങ്ങനെയെങ്കിലും മറികടക്കാൻ ശ്രമിക്കുക. അല്ലാതെ വേറെ പലതും ചെയ്തിട്ട് ഒരു ലൈഫേ ഉള്ളൂ, അത് പോയി കഴിഞ്ഞാൽ പോയതാണ് ഗൈസ്. ചൈനീസുകാർ ലൈഫ് എന്തുകൊണ്ടാണ് അടിപൊളി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വീക്കെൻഡ് എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ അവരെത്ര തിരക്കാണെങ്കിലും എന്ത് കാര്യമുള്ളൂ ഫാമിലി ടൈം ഇവർ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പോൾ അത് കണ്ടില്ലേ, അവിടെ ഒരു ഫാമിലി ഇരിക്കുന്നുണ്ട്, ഇവരൊരു ഫാമിലിയാണ്. അവിടെ വേറെ നിൽക്കുന്ന ഒരു കുട്ടികളും ഫാമിലിയായിട്ട് ഇവർ മിക്ക ആൾക്കാരും വീക്കെൻഡ് ആയി കഴിഞ്ഞാൽ ഫാമിലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഔട്ടിങ് പോയി പുറത്ത് പോയി അവർ കുറച്ച് എൻജോയബിളായിട്ട് നടക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഇവർ സത്യം പറഞ്ഞാൽ ഇത്രയും ഒരു ഹാപ്പി ആൻഡ് വെൽത്തി ലൈഫ് കൊണ്ടുപോകുന്നത് തന്നെ സത്യമായിട്ടും. എന്തായാലും ഞാൻ ഇവിടുന്ന് ഇറങ്ങട്ടെ. ഇവിടുന്ന് ഇറങ്ങിയിട്ട് നമ്മൾ അടുത്തേക്ക് നോക്കട്ടെ എന്താണെന്നുള്ളത്, എന്നിട്ട് അറിയിക്കാം. അപ്പോൾ നമ്മുടെ ലൈവിൽ വന്ന ആൾക്കാരോടൊക്കെ ഒരുപാട് നന്ദി. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ചൈനയിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആശാൻ്റെ ഇപ്പോൾ ഇന്നത്തെ സെക്കൻഡ് ഡേ ആണ്. നമുക്ക് മൂപ്പരൊന്ന് റൂമിൽ പോയിട്ട് കണ്ടിട്ട് വരാം. അഫ്താബ് എന്നാണ് പേര്. നമുക്ക് ആളെ പോയി കണ്ടിട്ട് വരാം. ആൾക്ക് വീഡിയോയിൽ വരാൻ താല്പര്യമില്ല, അപ്പോൾ നമുക്ക് തൽക്കാലം ആളെടുക്കുന്നില്ല അല്ലേ? എന്തുണ്ട് ചൈനയിൽ വന്നിട്ട് അഭിപ്രായം? കൊള്ളാം, കുഴപ്പമില്ല അല്ലേ? എന്നെയാണ് എടുക്കുന്നത്, കുഴപ്പമില്ല. അതിൻ്റെ പൈസ അടിക്കില്ല. ഓക്കെ, അതൊക്കെ അല്ലേ? എന്താണ് ഇതുവരെ വന്നിട്ട് വാട്ട് യു ഫീൽ? ഒന്നും സെറ്റ് ആയിട്ടില്ല, സെറ്റ് ആവണോ അല്ലേ? കണ്ട ഞാൻ കണ്ട സംസാരിച്ചിട്ടില്ല. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി ഇനി എന്താ പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ഫൺഫെയറിന്റെ പരിപാടിയാണ്. ഫൺഫെയറിന്റെ പരിപാടി ഇവിടെ OEC എന്ന് പറഞ്ഞാൽ നമ്മൾ ഓവർസീസ് സ്റ്റുഡൻസ്, പുറത്തുനിന്ന് ഇന്റർനാഷണൽ സ്റ്റുഡൻസും അതേപോലെ തന്നെ ചൈനീസ് സ്റ്റുഡൻസും കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരു പരിപാടിയാണ്. നാഷണൽ ഡേന് ഇപ്പോൾ ഇവിടുത്തെ നാഷണൽ ഡേ ആണ്. ചൊവ്വാഴ്ച മുതൽ ഞങ്ങൾക്ക് നാഷണൽ ലീവ് ഒക്കെ വരികയാണ്. അപ്പോൾ അതിനൊക്കെ പാടെ സംബന്ധിച്ചിട്ട് വരുന്നൊരു പരിപാടിയാണ്. സോ നോക്കിയൊക്കെ എന്താണ് അതിൻ്റെ അവസ്ഥ എന്നുള്ളത്. ജനക്കൂട്ടം എന്ന് വേണമെങ്കിൽ തന്നെ പറയാം, അത്രയും ജനക്കൂട്ടം അതിൻ്റെ ഉള്ളിലുണ്ട്. സോ ലെറ്റ്സ് സീ. സോണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം എല്ലാ കംപ്ലീറ്റ് ഓവർസീസ് ഇവിടെ ഉണ്ട്. ഇതെന്തോന്ന് ഇവിടെ ബോളെടുത്ത് ബക്കറ്റിൽ ഇടുന്ന പരിപാടിയാണ് തോന്നുന്നു ഗൈസ്. നോക്കിയേക്കാം, 4 പേർ നടന്നു നോക്കിയേക്കാം. എന്തോന്ന് ഇത് ഓവർസീസിൻ്റെ സെക്ഷനാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ സെക്ഷനാണ്. ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ സെക്ഷൻ മാത്രമല്ലാണ്ട് അവിടെ ഉള്ളത് മൊത്തം ചൈനീസുകാരുടെ സെക്ഷൻസാണ് ആ കാണുന്ന മൊത്തം. അപ്പോൾ ഇന്റർനാഷണൽ സെക്ഷൻസ് നമുക്കൊന്ന് നോക്കി നോക്കാം. ഇതേ ആനന്ദൊക്കെ നിൽക്കുന്നടേ. ആന്തായി ഹായ് എന്നടാ ഹലോ വണക്കം ഹലോ
ഹലോ ഹലോ. അപ്പോൾ അവിടെ അനൗൺസ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ യൂട്യൂബിൽ ഇടുമ്പോൾ എത്ര മാത്രം സൗണ്ട് കിട്ടുമെന്ന് എനിക്കറിയില്ല. അത്രമാത്രം സൗണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇറക്കുന്നുണ്ട്. നോക്കാം. ഇതിൻ്റെ അകത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഒരു ബോൾ എടുത്ത് അങ്ങോട്ട് ഇടണം എന്നുള്ളതാണ്. അത് ഓക്കെ. 2 ഇത് നമുക്ക് നോക്കിയൊക്കെ അടുത്ത ബാക്കിയുള്ളത്. ആൾക്കാരുണ്ട് അവിടെ. ബാക്കി 2 പരിപാടികളെ നോക്കിയിട്ട് വരെ ഇത് ഈ പാട്ട് ഇവിടെ തീരൂല. ബേബി അടിച്ചോണ്ടിരിക്കും. അടുത്ത ഗെയിം ഈ കണ്ണാടിക്കുട്ടിയാണ് കളിക്കാൻ പോകുന്നത്. ഈ ബോളൊക്കെ പാടെ പെറുക്കിയിട്ട് ആ പെട്ടിയിലേക്ക് ഇടണമെന്നുള്ളതാണ്. ആ പെട്ടി 4 പുറത്തുനിന്ന് ആൾക്കാർ എണ്ണിക്കൊണ്ടിരിക്കുന്നുണ്ട്. 15 ബോളെങ്കിലും മിനിമം അതിൻ്റെ അകത്ത് ഉണ്ടെന്നുള്ളതാണ്. എത്ര ഉണ്ട് ചേച്ചി ആ ബോളിൽ? ഓഡിയൻസ് വരട്ടെ. ഓഡിയൻസ് അല്ല, അപ്പോൾ സാധനം വരട്ടെ. പറ. 16 എണ്ണം അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. ബാക്കി നമുക്ക് നോക്കി നോക്കാം. അടുത്ത കളി നമുക്ക് അങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് കളിച്ചതിന് ശേഷം നമുക്ക് 5 സാധനം കിട്ടി. ഇനി 5 സാധനം കൊണ്ടിട്ട് നമ്മുടെ അവിടെ കൊടുക്കുമ്പോൾ ഗിഫ്റ്റ് തരും എന്നൊക്കെയാണ് പറയണത്. നോക്കി നോക്കാം. കിട്ടുമെന്നൊന്നും അറിയില്ല. കിട്ടുന്നത് ഇനി എന്തായാലും കാണിച്ചു തരാം. അപ്പോൾ പോയിട്ട് വരാം. അവിടെ കൊണ്ടുപോയിട്ട് കാണിച്ചു തരാം. സംഭവം സ്റ്റിക്ക് കൊടുത്തു. എന്താ കിട്ടുക? അപ്പൊ നമ്മുടെ ലക്കിനെസ് വളരെ കൂടുതലാണ്. ഒന്നും കിട്ടിയില്ല. നമുക്ക് ടീച്ചർ കിട്ടാം. വാണ്ടയുടെ കീച്ചൻ ഇതാണ് വലിയ കൈ. അപ്പോൾ പോട്ടെ. എന്തായാലും ഒന്നും കിട്ടാത്ത സന്തോഷം. ഇവിടെ ഉള്ളതിൽ ഇനിയിപ്പോൾ ഞങ്ങളും കൂടി പോയി കഴിഞ്ഞാൽ ഇവർ മാത്രം ഇൻട്രസ്റ്റ് സ്റ്റുഡൻസ് ആയിട്ടേ ഉള്ളൂ. ബാക്കിയെല്ലാം പോയി. ബാക്കിയെല്ലാം നാട്ടിലോട്ട് പോയി കാര്യങ്ങളായി. അപ്പോൾ ഇവർ വളരെ ബാക്കിയുള്ളൂ. അപ്പോൾ ഓക്കെ ബൈ. പോട്ടെ. റൂം പോയിട്ട് കാണി. അങ്ങനെ നമ്മൾ തിരിച്ച് റൂമിലേക്ക് എത്തി. ഭയങ്കര ക്ഷീണം. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല. നേരെ നമ്മൾ കിടക്കുക, ഉറങ്ങുക, രാവിലെ നീക്കുക, ഹോസ്പിറ്റലിൽ പോവുക. സോ ഇന്നത്തെ പരിപാടി തീർന്നു. ഡോക്ടർ കിഡ്സ് വെൽ സൈനിങ് ഓഫ്. ടാറ്റാ. സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ചെയ്യുക ഗൈസ്. അപ്പം ബൈ. നമ്മിലൊരാളെ നീ ആറടി മണ്ണിൽ കണ്ണിൽ തീ കാണാം. വാ കണ്ണു മിഴിച്ചു നിൽക്കാതെ നോട്ട് മുട്ടാൻ നീ വാടാ വാ.